എസ് കെ പൊറ്റക്കാട് എന്നുള്ള പേരിന് പിന്നിലൊരു കഥയുണ്ട്. ചന്ദ്രകാന്തത്തിൽ ഏറ്റവും അധികം മുഴങ്ങി കേൾക്കുന്ന ശബ്ദം അച്ഛൻ്റെ വിളിയാണ്, ജയ എന്നുള്ളത്. അച്ഛൻ്റെ എഴുത്ത് അധികവും രാത്രി, ഞങ്ങളൊക്കെ ഉറങ്ങിയതിന് ശേഷം അച്ഛൻ എഴുതുക. അത് രാത്രി ഒരു 10 മണിക്ക് എഴുതാനിരുന്നാൽ രാത്രി ചിലപ്പോൾ പുലർച്ചെ 2 മണിയൊക്കെ കഴിഞ്ഞത് വരെ അച്ഛൻ ഇരുന്ന് എഴുതും. എസ് കെ പൊറ്റക്കാട് എന്ന എൻ്റെ അച്ഛനെ കുറിച്ച് എഴുത്തുകാരനും സഞ്ചാര സാഹിത്യം എഴുതുന്ന അതിനൊക്കെ പുറമെ സ്നേഹമയ ഒരു അച്ഛനായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനോട് എന്ത് പറഞ്ഞാലും അച്ഛൻ വാങ്ങിത്തരുമായിരുന്നു. എൻ്റെ പിറന്നാളിനൊക്കെ എന്തെങ്കിലും ഒരു കാര്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അപ്പം തന്നെ അത് മിഠായി അന്നൊക്കെ ഇവിടെ ഷോപ്പിംഗ് മാളൊന്നും ഇല്ലാത്ത കാലമായിരുന്നില്ല. അന്ന് SM സ്ട്രീറ്റ് മിഠായി തെരുവിലേക്ക് അച്ഛൻ്റെ കൂടെ കൈ പിടിച്ച് നടന്നു പോയി അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് അച്ഛൻ എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിത്തരുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ പ്രാധാന്യം, അച്ഛൻ എഴുത്തുകാരനാണെന്നുള്ളതൊന്നും എനിക്ക് കുട്ടിക്കാലത്ത് അറിയില്ലായിരുന്നു. ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഒക്കെ ടീച്ചേഴ്സൊക്കെ ചോദിക്കും അച്ഛൻ വീട്ടിലുണ്ടോ, എപ്പോഴാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കും എന്താ ഇവരൊക്കെ ഇങ്ങനെ ഇതിന് മാത്രം അച്ഛനെങ്ങനെ ചോദിക്കുന്നതെന്ന്. പിന്നെ കുറച്ചും കൂടി മുതിർന്നപ്പോഴാണ് അച്ഛൻ്റെ ആ എഴുത്തിൻ്റെ അതിലേക്ക് ഞങ്ങളൊക്കെ കടന്നു ചെന്നത്. അപ്പോഴും അച്ഛന് തിരക്കായിരുന്നു. എന്നും യാത്രകളും വല്ലാത്തൊരു വിഷമം തോന്നും. അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ. അച്ഛൻ MP ആയിരുന്നപ്പോൾ ഡൽഹിയിലായിരുന്നപ്പോൾ ഞങ്ങളും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുറച്ചു കാലം ഞങ്ങളും ഡൽഹിയിലുണ്ടായിരുന്നു. അന്നൊക്കെ എന്താ പറയുക, ആ ഒരു സമയത്തുള്ള ഓർമ്മകളാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നത്. അച്ഛൻ ഞങ്ങൾ വഴക്ക് പറയാറേ ഇല്ല. എന്തെങ്കിലും തെറ്റ് കണ്ടാൽ മാത്രം അതങ്ങനെയല്ല എന്ന് പറഞ്ഞു തരും. അല്ലെങ്കിൽ നിങ്ങൾ ഇതേമാതിരി വളരണമെന്നൊന്നും അച്ഛൻ ഉപദേശിക്കാറില്ലായിരുന്നു. അച്ഛൻ പിന്നെ വലിയ ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ അച്ഛൻ്റെ പാഠങ്ങളും അച്ഛൻ്റെ യാത്രാ വിവരങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ അച്ഛനെ കുറിച്ചുള്ള മനസ്സിലാക്കാൻ തുടങ്ങിയത്. അച്ഛനൊരു ദിവസം ഒരു 5-6 ടൈപ്പ് ഡയറി എഴുതിയിരുന്നു. ഒന്ന് വരവ് ചെലവിൻ്റെ കണക്ക്, പിന്നെ ഒന്ന് അടുത്ത വീട്ടിലെ സംഭവങ്ങൾ, പിന്നെ ഒരു മരണക്കുയത്ത് എന്നൊരു ഡയറി ഉണ്ട്. ആ മരിച്ച ആൾക്കാർ അച്ഛനെ അറിയുന്നതും അറിയാത്തവരിതൊക്കെ ഡയറി ഇത് പടം വെട്ടിയെടുത്തൊരു ഡയറിയിൽ ഒട്ടിച്ച് വെക്കും. പിന്നെ അച്ഛൻ്റെ റൈറ്റേഴ്സ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ട് നോട്ട്ബുക്ക് ഉണ്ട്. അതിലാണ് അച്ഛൻ രാവിലെ അധികം നടക്കാൻ പോകും. അപ്പോൾ നടക്കാൻ പോകുമ്പോൾ കണ്ട ഊടുവഴികളിലൂടെയൊക്കെ ആയിരിക്കും അച്ഛൻ അധികം പോവുക. അപ്പോൾ അവിടെ വെച്ചിട്ട് അവർ കണ്ടുമുട്ടുന്ന അവരെ കുറിച്ചിട്ട് അച്ഛൻ പിന്നീട് വീട്ടിൽ വന്നിട്ട് ആ ഡയറിയിൽ കുറിച്ച് എഴുതും. പിന്നീട് പല കഥകളും അതിൽ നിന്നാണ് ഉത്ഭവിക്കാറ്. അപ്പോൾ ആ ഒരു ഡയറി ഇങ്ങനെ. പിന്നെ ഒരു പേഴ്സണൽ ഡയറി ഉണ്ട്. പിന്നെ എൻ്റെയും ചേച്ചീൻ്റെ ഒക്കെ കല്യാണത്തിൻ്റെ ആ വിശേഷങ്ങളൊക്കെ എഴുതുന്നത് മലയാളത്തിലാണ്. അല്ലാണ്ട് അച്ഛൻ ഡയറി എഴുതാറ് അധികം ഇംഗ്ലീഷിലാണ് എഴുതാറുള്ളത്. അപ്പോൾ ആ ഡയറികളൊക്കെ അച്ഛൻ 1937 തുടങ്ങിയ ഡയറി, ആ ഡയറി അച്ഛൻ മരിക്കുന്നതിൻ്റെ കൊല്ലം വരെയുള്ള ഡയറി ഞാനിപ്പോഴും നിധി പോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ എഴുത്ത് അധികവും രാത്രി, ഞങ്ങളൊക്കെ ഉറങ്ങിയതിന് ശേഷം അച്ഛൻ എഴുതുക. അത് രാത്രി ഒരു 10 മണിക്ക് എഴുതാനിരുന്നാൽ രാത്രി പുലർച്ചെ 2 മണിയൊക്കെ കഴിഞ്ഞത് വരെ അച്ഛൻ ഇരുന്ന് എഴുതും. അപ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കുക അച്ഛൻ എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നതെന്ന്. ഈ എഴുത്തിന് പുറമെ ഈ ഡയറി എഴുതണം. അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ തനിയാണ് ചെയ്യാറ്. ബാങ്കിൽ പോകുന്നതും ആ ഒരു ബാഗ് പിടിച്ചിട്ടാണ് അച്ഛൻ നടക്കാറ്. എല്ലാവരും ചോദിക്കുക ആ ബാഗിൻ്റെ ഉള്ളിൽ എന്താണെന്ന്. അതിനുള്ളിൽ ഒരു കർച്ചീഫ് ഉണ്ടാവും, അച്ഛൻ്റെ ഒരു ചെക്ക് ബുക്ക് ഉണ്ടാവും, ഒരു പെന്നുണ്ടാവും. ഒക്കെ മിഠായി തെരുവ് പോയി മടങ്ങി വരുമ്പോൾ ചിലപ്പോൾ ബാഗ് നല്ല വലിപ്പം ഉണ്ടാവും. അപ്പോൾ മോഡേൺ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും മധുരപലഹാരമായിട്ടായിരിക്കും അച്ഛൻ മടങ്ങി വരിക. അപ്പോൾ ആ ദിവസമൊക്കെ ഞങ്ങൾ കാത്തിരിക്കുക, അച്ഛൻ വരുന്നതും കാത്തിരിക്കുക ബാഗിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള. അച്ഛൻ്റെ അച്ഛൻ കുഞ്ഞിരാമൻ മാസ്റ്ററായിരുന്നു. അദ്ദേഹം ഗുജറാത്തി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ വളരെ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു അച്ഛൻ്റെ അച്ഛൻ. സത്യത്തെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അച്ഛൻ എപ്പോഴും പറയും അച്ഛൻ ഏറ്റവും മാതൃക ചെയ്ത അച്ഛൻ്റെ അച്ഛനാണ് കുഞ്ഞിരാമ മാഷ് എന്ന അച്ഛൻ്റെ പേര്. അപ്പം ഞങ്ങളും അതേമാതിരി ആ പാത പിന്തുടരുന്ന അച്ഛൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു കളവ് പറയുന്നതും കൂടി അച്ഛൻ പൊറുക്കുമായിരുന്നില്ല. എസ് കെ പൊറ്റക്കാട് എന്നുള്ള പേരിന് പിന്നിലൊരു കഥയുണ്ട്. അച്ഛൻ പറയാറുണ്ട് അച്ഛന് കാടുകളോട് ഭയങ്കര ഇഷ്ടമായിരുന്നതെന്ന്. അപ്പോൾ ആ കാടുകൾ അതിനെ ഉദ്ദേശിച്ചാണ് അച്ഛൻ എസ് കെ പൊറ്റക്കാട് എന്ന് ചേർത്തത്. അച്ഛന് ചെറുപ്പത്തിൽ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനൊക്കെ കുഞ്ഞെന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ അച്ഛൻ്റെ മരണസമയത്ത് വരെ അച്ഛന് വേറെ പല പേരുകളുണ്ടായിരുന്നു. അച്ഛൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടി നൽകിയൊരു പേരായിരുന്നു പ്രേം പൊറ്റാസ് എന്ന്. അത് MT പട്ടത്തുവിള കരുണാകരൻ, NP മുഹമ്മദ് അവരൊക്കെ ചേർന്നിട്ടായിരുന്നു ആ ഒരു പേര് നൽകിയത്. റൊമാൻറ്റിക് കഥകളാണ് അച്ഛൻ അധികം എഴുതാറ്. അപ്പോൾ MT ആണ് അതിന് മുൻപന്തിയിൽ. MT ഉണ്ടായിരുന്നു. അപ്പോൾ MTൻ്റെ പുസ്തകത്തിൽ MT പ്രത്യേകം എഴുതുന്നുണ്ട് അത്. പക്ഷേ അച്ഛനത് നന്നായി ആസ്വദിച്ചിരുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അച്ഛൻ അമ്മയോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അച്ഛന് വിവാഹേ വേണ്ടാന്ന് പറഞ്ഞ അച്ഛൻ അമേരിക്കയിലൊക്കെ പോകാൻ വേണ്ടി നിന്നതായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അമ്മക്ക് ഭയങ്കര പേടി, അച്ഛനെ ഇനി വല്ല വിദേശത്ത് പോയി വല്ല മാതാമ്മമാരെയും കെട്ടിക്കൊണ്ടു പോരുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ അച്ഛൻ്റെ ബന്ധുക്കളോടൊക്കെ അച്ഛൻ്റെ അമ്മ പറയാറുണ്ട് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ പിടിച്ചിട്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. അപ്പോൾ അന്നത്തെ കാലത്ത് അച്ഛൻ ഓരോ സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയി വന്നാൽ അച്ഛൻ പറയും അത് പറ്റിയില്ല എന്ന് പറഞ്ഞ് എങ്ങനെ ഒഴിയുക ചെയ്യുക.
അപ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, കിനാത്തി നാരായണൻ എന്ന് പറയും. അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ അച്ഛമ്മ പറഞ്ഞു എന്തായാലും ഇനി ഇങ്ങനെ കുഞ്ഞിനെ വിട്ടാൽ ശരിയാവില്ല, എന്തായാലും ഒരു വിവാഹം കഴിപ്പിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം തലശ്ശേരി ഒരു പെണ്ണ് കാണാൻ വേണ്ടി അച്ഛനെ കൂട്ടിപ്പോയതാണ്. അപ്പം അന്ന് അവിടെ ആ സമയത്ത് പെണ്ണ് കാണാൻ പോകുന്ന വീട്ടിൻ്റെ അടുത്ത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഏതായാലും ഉത്സവം കണ്ടിട്ട് ആ പെണ്ണിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉത്സവം കാണുന്ന ഇടയിലാണ് അച്ഛൻ ആദ്യമായിട്ട് അമ്മേനെ കണ്ടത്. അമ്മേൻ്റെ ഒരു കസിൻ്റെ ചെറിയൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ബലൂൺ എന്തോ താഴെ വീണപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് അച്ഛൻ അമ്മേനെ ആദ്യമായിട്ട് കണ്ടത്. പെട്ടെന്ന് അച്ഛൻ മനസ്സിൽ കരുതി ഞാൻ വിവാഹം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എത്രയോ കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു മുൻജന്മ ഉള്ള പരിചയം മാതിരി ഇവരെ കണ്ടപ്പോൾ തോന്നി. അപ്പം അങ്ങനെ അച്ഛൻ അവരെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അമ്മ ജനിച്ചതും വളർന്നതൊക്കെ സിംഗപ്പൂരാണ്. അമ്മേൻ്റെ അമ്മക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അമ്മ നാട്ടിൽ വന്നപ്പോഴാണ് അച്ഛൻ അമ്മേനെ കാണുന്നത്. അങ്ങനെ അതിനുള്ളൊരു അപരൻ പറ്റക്കാട്ട് വന്നൊരു കഥകളൊക്കെ അച്ഛൻ രസകരമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ വീട്ടിൽ വന്നു. അപ്പോൾ അമ്മക്ക് കല്യാണം കഴിക്കാനേ ഇഷ്ടമായിരുന്നില്ല. അമ്മക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് അമ്മേൻ്റെ പഠിത്തം മുഴുവനാക്കണമെന്നതിന് ആഗ്രഹം. പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ അമ്മേൻ്റെ അമ്മ നന്നായി വായിക്കുമായിരുന്നു, അമ്മമ്മ. അപ്പോൾ അമ്മമ്മക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇങ്ങനെ ഈ അന്വേഷണം വന്നപ്പോൾ അങ്ങനെ ഉറപ്പിച്ചു കല്യാണം. ഇവിടെ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ വെച്ചിരുന്ന കല്യാണം. അച്ഛൻ അമ്മേനെ കണ്ടു വന്നതിന് ശേഷം അമ്മേനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. അപ്പോൾ അവർ അന്വേഷിച്ച് ചെന്നത് കോഴിക്കോട് ഒരു പത്ര ഓഫീസിലായിരുന്നു. അപ്പോൾ ആ പത്ര ഓഫീസിൽ ഇങ്ങനെ എസ്കേ പറ്റി കടന്നിട്ട് അവർ പറഞ്ഞാൽ ഇതൊരു ഷോപ്പിൻ്റെ മേലെയാണ് അവർ താമസിക്കുന്നതെന്ന്. അങ്ങനെ അന്വേഷിക്കാൻ ചെന്നാൽ അവിടെ എത്തിയപ്പം ഒരാൾ എഴുതുന്നുണ്ട്. അപ്പം ചോദിച്ചു ഇങ്ങനെ പൊറ്റക്കാട്, ഞാൻ തന്നെയാണ് പൊറ്റക്കാടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ എങ്കിൽ ശരി, ഈ പ്രപ്പോസലിനെ പറ്റി എന്താണ് അഭിപ്രായം? അപ്പോൾ ആ എഴുതുന്ന ആൾ പറഞ്ഞു ഇല്ല, എനിക്ക് ഈ കല്യാണത്തിന് അത്ര വലിയ താല്പര്യമില്ല എന്ന് മറുപടിയും പറഞ്ഞു. അങ്ങനെ അവരത് വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ അമ്മാമനായിരുന്നു ഇതൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു അവർക്ക് വലിയ താല്പര്യം എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ കോഴിക്കോട് നിന്ന് വേറൊരാൾ അമ്മേൻ്റെ അമ്മാമൻ്റെ വീട്ടിൽ വന്നപ്പം അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇതിൽ വലിയ താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരിക്കലും അവർ പറയില്ല, അവർക്ക് ചന്ദ്രകാന്തം വീടുണ്ട്, ഇതിൻ്റെ ഒരു പീടികേൻ്റെ മേലെയും താമസിക്കുന്നല്ല, വീടുണ്ട് അവർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ നോക്കുമ്പോൾ എവിടെയില്ല. അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ഛൻ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഈ അന്വേഷിക്കാൻ ചെന്നാൾക്ക് ഈ ഫോട്ടോ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇയാളെയല്ല കണ്ടതെന്ന്. അത് നോക്കുമ്പോൾ വേറൊരു പറ്റക്കാട്ടായിരുന്നു. പിന്നെ അദ്ദേഹം വീട്ടിൽ വന്ന് മാപ്പൊക്കെ പറഞ്ഞെന്ന് അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മേൻ്റെ പേര് ജയ എന്നാണ്. ചന്ദ്രകാന്തത്തിൽ ഏറ്റവും അധികം മുഴങ്ങി കേൾക്കുന്ന ശബ്ദം അച്ഛൻ്റെ വിളിയാണ് ജയ എന്നുള്ളത്. പക്ഷേ അമ്മേൻ്റെ പെട്ടെന്നുള്ള മരണം അച്ഛനാകെ തകർത്ത് കളഞ്ഞു. അച്ഛനും അമ്മയും പിന്നീട് വിദേശത്ത് യാത്ര ചെയ്തത് അമ്മേൻ്റെ വിവാഹശേഷം അമ്മേൻ്റെ നാടായി സിംഗപ്പൂരൊക്കെ ഇരുന്ന അച്ഛനും അമ്മയും മലേഷ്യ സിംഗപ്പൂരൊക്കെ ഇരുന്ന് പിന്നെ പോയത്. എൻ്റെ മൂത്ത സഹോദരനെ പ്രസവിച്ചതിന് ശേഷമാണ് പിന്നെ അവർ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ക്ഷമേൻ്റെ ആൾരൂപമായിരുന്നു അമ്മ. അത്രയും ക്ഷമയോട് കൂടിയിട്ടായിരുന്നു അമ്മ അച്ഛനോട് പെരുമാറിയിരുന്നത്, ഞങ്ങളോടൊക്കെ തന്നെ. പക്ഷെ അച്ഛനും അമ്മയും രണ്ട് ധ്രുവങ്ങളിലാണ് ജീവിച്ചതെങ്കിലും അത്രയും നല്ലൊരു മാതൃകാ ദമ്പതികളെ കണ്ടിട്ടില്ല. എൻ്റെ അറിവിൽ എല്ലാവരും പറയും എഴുത്തുകാർ വീട്ടിൽ സാധാരണ വരാറില്ല, കുടുംബം നോക്കാറില്ല എന്നൊക്കെ. ഇതിനൊക്കെ വിപരീതമായിരുന്നു അച്ഛൻ. നാടൻപാട്ടിനോട് പണ്ടേ അച്ഛന് ഇഷ്ടമായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നാടൻപാട്ട് പാടി തരുമായിരുന്നു. ഒരിക്കലും ONV കുറുപ്പും അച്ഛനും എല്ലാം കൂടി എന്തോ ഒരു സാഹിത്യ അക്കാദമീൻ്റെ ഒരു ട്രിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ONV ഒരിക്കലും എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛൻ നന്നായി നാടൻപാട്ട് പാടിയിരുന്നു എന്നുള്ളത്. അപ്പോൾ ONV അതിശയപ്പെട്ടു, SK ഇത്ര നന്നായി നാടൻപാട്ട് പാടുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് നാടൻപാട്ടിനോടും ഈ നാടൻ കറികളോടും എല്ലാം എനിക്ക് പ്രത്യേകം ഇഷ്ടമാണെന്ന്. ഒരിക്കലും നൈൽ നദിയിൽ ഈ തോണി തുഴഞ്ഞു പോകുന്ന സ്ത്രീ പാടുന്ന നാടൻപാട്ടും നമ്മളെ കേരളത്തിലെ കല്ലായി കടവ് കൂടി തോണി തുഴഞ്ഞു പോകുന്ന നാടൻപാട്ടിനും അച്ഛൻ പറയും ഒരേ ട്യൂണാണ് എന്ന്. അതേമാതിരി നാടൻ ഭക്ഷണം, അച്ഛൻ്റെ കഥകളിലൊക്കെ അച്ഛൻ നാടൻ കറികളെ പറ്റി വർണ്ണിക്കും. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കത് ആ കറികളൊക്കെ കഴിച്ചൊരു പ്രതീതി തോന്നും. ചക്കക്കുരു, മുരിങ്ങയില, അങ്ങനത്തെ നാടൻ കറികളല്ലേ, അതിനോട് അച്ഛന് പ്രത്യേകം ഇഷ്ടമായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് അച്ഛന് ആഗ്രഹം പറഞ്ഞു അച്ഛന് പുഴുക്ക് വേണമെന്ന്. എൻ്റെ അമ്മയും അച്ഛനും 2 തലങ്ങൾ, ഞാൻ പറഞ്ഞു 2 തലങ്ങളിൽ വന്നതാണ്. അമ്മക്കൊക്കെ ചൈനീസ്, അങ്ങനത്തെ. അമ്മ ജനിച്ചു വളർന്ന സിംഗപ്പൂരാണ്. പക്ഷേ എങ്കിലും അമ്മ അച്ഛൻ്റെ കൂടെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരുന്നു. അന്നൊക്കെ വിഷുവിനും ഓണത്തിനൊക്കെ സദ്യക്ക് അച്ഛന് ഈ പപ്പടവും പഴവും നിർബന്ധമായിരുന്നു. അത് തുടങ്ങിയതിന് ശേഷമാണ് അച്ഛൻ ഊണ് കഴിക്കാറ്. ആ പപ്പടം പൊടിച്ച് വെച്ച് പഴം കുഴച്ച പടത്തിൻ്റെ മേലെ പപ്പടം ഇട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച്
അത് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു. അപ്പോൾ അമ്മക്കതറിയാം. അപ്പോൾ ഓണവും വിഷുവൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ ആ പപ്പടം പഴം ആദ്യം ആക്കി വെച്ചിട്ടാണ് അമ്മ ഊണ് കഴിക്കാൻ അച്ഛനെ വിളിക്കാറ്. തലശ്ശേരിയിൽ അച്ഛൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് MTയും വയലാറെല്ലാവരും വന്ന് തലശ്ശേരി ഞങ്ങളെ വീട്ടിൽ വന്ന് മാഹിയിൽ അമ്മേൻ്റെ വീട്ടിൽ വന്നിട്ട് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത്. എന്നിട്ട് പിന്നീട് അവർ അമ്മേൻ്റെ ഭക്ഷണത്തിനെ പറ്റി അച്ഛനോട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ നന്നായി ഭക്ഷണം ചെയ്യുന്നു. അമ്മ ചൈനീസും നമ്മളെ നാട്ടിൽ വന്നതിന് ശേഷം ഇവിടുത്തെ കേരളത്തിലെ എല്ലാ വിഭവങ്ങളൊക്കെ നന്നായി ഉണ്ടാക്കിയിരുന്നു. എവിടെ യാത്ര പോകുമ്പോഴും അമ്മയാണ് അച്ഛൻ്റെ ബാഗൊക്കെ റെഡിയാക്കി കൊടുക്കുന്ന അമ്മയാണ്. അപ്പോൾ അമ്മേൻ്റെ പെട്ടെന്നുള്ള ആ മരണം അച്ഛന് താങ്ങാവുന്നത് അപ്പുറം ഇരുത്തായിരുന്നു. പിന്നീട് അച്ഛനധികം എഴുതിയിട്ടില്ല, എഴുതിയതൊന്നും മുഴുവനാക്കിയിട്ടില്ല അമ്മേൻ്റെ മരണശേഷം. എൻ്റെ വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഞങ്ങളെ വിട്ടുപോയത്. 4 മക്കളാണ്. മൂത്തത് ചേട്ടനാണ്, പിന്നെ ചേച്ചി, പിന്നെ വേറൊരു ചേട്ടൻ, ഏറ്റവും ഇളയ ആളാണ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാം, അന്ന് അച്ഛൻ എഴുത്തുകൊണ്ട് മാത്രം ജീവിച്ച ഒരാളാണ് അച്ഛൻ. അച്ഛന് വേറെ സമ്പാദ്യമോ സ്വത്തോ ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും ഈ 4 മക്കളെ അച്ഛൻ നല്ല രീതിയിൽ വളർത്തി. ഞങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസം തന്നു, ഞങ്ങളെ നല്ല രീതിയിൽ വിവാഹം കഴിച്ച് പറഞ്ഞയച്ചു. ഇപ്പം ഞാൻ ആലോചിക്കും, ആ എഴുത്തുകൊണ്ട് മാത്രമല്ല അച്ഛൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ യുവജനോത്സവത്തിനൊക്കെ ഞാൻ അച്ഛനോട് പറയും, അച്ഛൻ എനിക്ക് പുതിയ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ അച്ഛൻ അത് അപ്പം വാങ്ങിത്തരും. ഇപ്പം ഞാൻ ഒരു കേസിൽ ഞാൻ അച്ഛൻ അന്നൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു. ഇപ്പോഴാണ് ഓർക്കുക, അച്ഛൻ ഈ എഴുത്തുകൊണ്ട് മാത്രമാണ് അച്ഛൻ ജീവിച്ചത്. ഞങ്ങൾ പെൺകുട്ടികളോട് അച്ഛൻ്റെ പ്രത്യേക ഇഷ്ടമായിരുന്നു. ഞാനും ചേച്ചിയും എല്ലാ സാധനവും ഞങ്ങൾക്ക് വേണ്ട, പെൺകുട്ടികൾക്ക് വേണ്ട SM സ്ട്രീറ്റിൽ പോയിട്ട് അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയിട്ട് എല്ലാ സാധനവും വാങ്ങിത്തരും. എൻ്റെ വിവാഹത്തിന് അന്വേഷണം വന്നത് വടകരയിൽ നിന്ന്, ജയപ്രകാശ് എന്നായിരുന്ന പേര്. അവർ വടകരയിൽ കോഴിക്കോടാണ്, പക്ഷെ വടകരയിൽ തന്നെ അവർ ബിസിനസ്സൊക്കെ. ജാതകമൊക്കെ നോക്കി എല്ലാം ശരിയായത് അച്ഛനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പല ആൾക്കാരെയും വിട്ടു. എന്നിട്ടും അച്ഛന് തൃപ്തി ആവാഞ്ഞിട്ട് അച്ഛൻ തന്നെ നേരിട്ട് പോയി അന്വേഷിച്ച് അതിന് ശേഷമാണ് ഈ കല്യാണം ഉറപ്പിച്ചത്. അന്നൊക്കെ വടകര പുനത്തിൽ കുഞ്ഞബ്ദുള്ളയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അവരാരെയോ പറഞ്ഞയച്ചിട്ടാണ് അവരെ പറ്റിയൊക്കെ അന്വേഷിപ്പിച്ചത്. മക്കളെ കാര്യത്തിൽ അച്ഛൻ അത്രയും ശ്രദ്ധയായിരുന്നു.